സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹവും വലിപ്പത്തിൽ 6ാമത്തെ ഗ്രഹവുമാണ് ശുക്രൻ അഥവാ വീനസ്. ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഗ്രഹവും കൂടിയാണ് ശുക്രൻ. ആ ശുക്രനെ കുറിച്ചുള്ള ഒരു പുതിയ പഠനമാണ് ഇപ്പോൾ ശാസ്ത്രലോകത്ത് ചർച്ചാ വിഷയം. ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ മുകളിലെ പാളികളിൽ നിന്ന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ചോരുന്നു എന്നാണ് പുതിയ പഠനം. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും സംയുക്ത ദൗത്യമാണ് ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ മുകളിലെ പാളിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങൾ ചോരുന്നതായി കണ്ടെത്തിയത്. ശുക്രന്റെ കാന്തിക പരിസ്ഥിതിയിൽ മുമ്പ് പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത പ്രദേശങ്ങളിലെ കണ്ടെത്തലുകൾ കാണിക്കുന്നത് കാർബണും ഓക്സിജനും ആ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് അകന്നുപോകാൻ കഴിയുന്ന വേഗതയിലേക്ക് ത്വരിതപ്പെടുന്നു എന്നാണ്. ഈ പ്രതിഭാസത്തിന് പിന്നിലെ മെക്കാനിസം ഇപ്പോഴും അജ്ഞാതമാണ്. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ പഠനത്തിന്റെ പ്രാധാന്യം ശുക്രന്റെ പരിണാമത്തെക്കുറിച്ചും അതിന്റെ നിലവിലെ അവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനാണ്. ഈ പഠനത്തിന്റെ ഫലങ്ങൾ നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ശുക്രന്റെ കാമ്പിൽ ഭൂമിയെ പോലെ ഒരു ആന്തരിക കാന്തിക ക്ഷേത്രമില്ല. പക്ഷെ അതിന്റെ മുകളിലെ അന്തരീക്ഷം സൗരവാദത്തിനും സൂര്യനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ചാർജ് കണങ്ങളുടെ പ്രവാഹത്തിനും വിധേയമാണ്. ഈ പ്രതിപ്രവർത്തനം മൂലം ഗ്രഹത്തിന് ചുറ്റും ദുർബലമായ ധൂമകേതു ആകൃതിയിലുള്ള ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രക്രിയ ഹൈഡ്രജൻ, ഓക്സിജൻ അയേണുകൾ സൗരവാദത്തിനും ശുക്രന്റെ മുകളിലെ അന്തരീക്ഷത്തിനും ഇടയിലുള്ള ബഹിരാകാശത്തേക്ക് നീങ്ങാൻ ഇടയാക്കും. സൗരവാദം കാരണം ഈ അയേണുകൾ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. കാലക്രമേണ ശുക്രനിൽ നിന്ന് അന്തരീക്ഷം നഷ്ടപ്പെടുന്നതിന് ഈ പ്രക്രിയ കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള കാർബൺ അയേണുകൾ ശുക്രന്റെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതാദ്യമായാണ് കാണുന്നതെന്ന് പ്ലാസ്മ ഫിസിക്സ് ലബോറട്ടറിയിലെ ഗവേഷകർ പഠനത്തിൽ പറഞ്ഞു. ശുക്രനിൽ ജലാംശത്തിന്റെ നഷ്ടം പൂർണ്ണമായി എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ ഈ പഠനം കൊണ്ട് കഴിയില്ലെന്ന് സമീപകാല ഫലങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഈ ഫലങ്ങൾ ശുക്രന്റെ അന്തരീക്ഷത്തെ പരിണാമത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഗ്രഹത്തിന്റെ ഉപരിതല ജലത്തിന്റെ പരിണാമത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ പോലുള്ള വാതകങ്ങൾ കണ്ടത് ജീവന് അനുകൂലമാണോ എന്ന സംശയത്തിലുമാണ് ശാസ്ത്രജ്ഞർ. ചാന്ദ്രദൗത്യവും ചൊവ്വ ദൗത്യവും പോലെ ശുക്രനിലേക്ക് ഒരു പുതിയ ദൗത്യത്തിനും ശാസ്ത്രലോകം തയ്യാറെടുക്കുന്ന ഈ വേളയിലാണ് ഈ പുതിയ പഠനം പുറത്തുവരുന്നത്.